എല്ലാവർക്കും നമ്മുടെ ഗെയിമിംഗ് ബ്രോ ചാനലിലേക്ക് സ്വാഗതമുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വീഡിയോ ആണ് ഗൈസ്. ഈ വീഡിയോയിൽ നമ്മൾ മിനി വെബ് ബ്രൗസർ ഉണ്ടാക്കുകയാണ്, ഗൂഗിൾ ക്രോമിനെയൊക്കെ പോലെ. പക്ഷേ ഇത് ഒരു സ്ലൈഡേ ഉള്ളൂ, ഒരു സ്ലൈഡുള്ളതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഈ ടോപ്പിക് എനിക്ക് കിട്ടിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു കമൻ്റ് ആയിരുന്നു ഗൈസ്. ഞാനിങ്ങനെ എൻ്റെ ലാസ്റ്റ് ഗെയിം ഉണ്ടാക്കിയ വീഡിയോയിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. ആ കമൻ്റ് കാരണമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഗെയിമിംഗ് ബ്രോ ചാനലിലേക്ക് സ്വാഗതമുണ്ട് ഗൈസ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് ഒരു മിനി വെബ് ബ്രൗസർ ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾ ജസ്റ്റ് code.org എടുക്കുക. ഞാൻ ഇവിടെ code.org എടുത്തിരിക്കുന്നു. ഗൈസ്, നിങ്ങളിത് ന്യൂ ആണെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ഉള്ളവർ സൈൻ ഇൻ ചെയ്യുക, അല്ലാത്തവർ സൈഡിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കിട്ടും. ഈ ഇതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുള്ള പ്രോജക്റ്റ്സാണ്. നിങ്ങൾ ന്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണത്തില്ല. പിന്നെ ഇവിടെ ആപ്പ് ലാബ് സെലക്ട് ചെയ്യുക. ആപ്പ് ലാബിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഏജും ക്ലാസ്, നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സും അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ആപ്പ് ലാബ് കിട്ടുന്നത്. ഞാനിപ്പോൾ 5th-ലാണ് പഠിക്കുന്നത്. 5th തൊട്ടുള്ള സ്റ്റുഡൻസിന് ഈ ആപ്പ് ലാബ് കിട്ടുന്നതാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ ഇത് വരും. അഥവാ നിങ്ങൾക്ക് ഈ ഒരു ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ഡിഫോൾട്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ന് തോന്നുന്നത് എടുക്കുക. എനിക്കിഷ്ടമായി ഗ്ലോയിങ് ഡാർക്കാണ്. ഞാൻ ഈ ടെക്സ്റ്റ് ഇൻപുട്ട് ഇവിടെ ഇട്ടു. പിന്നെ ഈ ബട്ടണിനും ഇവിടെ ഇട്ടു. പിന്നെ ഈ ബട്ടണിനുള്ളിലുള്ള ഈ ബട്ടൻ്റെ ID ആണിത്. ഈ ID ഞാൻ ഗോൺ ഇട്ടിട്ടുണ്ട്. ഇനി എന്ന് വെച്ചാൽ ഇതിൻ്റെ പേരും ഗോൺ ഇട്ടേക്കാം. പിന്നെ ഈ കോഡിംഗ് സെക്ഷനിൽ വന്നു ഈ ഓൺ ഇവൻറ്റ് ബ്ലോക്ക് ഇവിടെ എടുത്തിട്ടു ഗൈസ്. ഇനി ഇവിടെ എനിക്ക് ഈ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ഇനി സ്ക്രോൾ ഡൗൺ ചെയ്ത് ഇതെടുത്ത് ഇവിടെ ഇട്ടു ഗൈസ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് താരെ പോയി ഈ ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ എടുത്ത് ഇവിടെ ഇടുക. എന്നിട്ട് ഇത് ടെക്സ്റ്റ് ഇൻപുട്ട് 1 സെലക്ട് ചെയ്യുക ഗൈസ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ പോയിട്ട് https://google.com ഇതിങ്ങനെ അടിച്ചിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്നും വരും. ഇങ്ങനെ ഒരു ഇത് വരും. നിങ്ങൾക്ക് ഈ ലിങ്കിലോട്ട് പോകണോ എന്ന് ചോദിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. പോകണ്ടെങ്കിൽ ഇവിടെ വന്ന് അത് പോകണ്ടെങ്കിൽ ഈ ജസ്റ്റ് ബാക്ക് വെച്ച് ഈ വെബ്സൈറ്റിൽ തന്നെ ഇരിക്കും. ഒരു പുതിയ ടാബ് ഓപ്പൺ ആയി നമ്മുടെ ഗൂഗിൾ ഇവിടെ വന്നു. അപ്പോൾ ഗൈസ്, ഇനി നിങ്ങൾ വിചാരിക്കും ഇത് ക്രോമിലല്ലേ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെ ഒരു ആപ്പ് ആക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇതെങ്ങനെ ഒരു ആപ്പ് ആക്കുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതിന് നിങ്ങൾക്ക് x.thunkable എന്ന ഓക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ന്യൂ ടാബ് ഓപ്പൺ ചെയ്തിട്ട് തങ്കബിളിന് അതൊന്ന് അടിച്ചു കൊടുക്കുക ഗൈസ്. ഗൂഗിളിൽ തങ്കബിളിന് അടിച്ചു കൊടുക്കുമ്പോൾ ഇതാണ് തങ്കബിൾ. ഈ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഗൈസ്. ഇപ്പം നിങ്ങൾ ഇങ്ങനൊരു ഇതിൽ വരും. നിങ്ങൾ ജസ്റ്റ് ഒരു സൈനപ്പ് കൊടുത്തേക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ഇതിലായിരിക്കും വരുന്നത്. എനിക്കിത് അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല.
നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ അവിടെ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്തിടും. അപ്പോൾ ഞാനിത് ഇതിലും കുറേ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് ക്രിയേറ്റ് ന്യൂ ആപ്പ് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ പേര് ഞാൻ ജസ്റ്റ് വെബ് എന്നിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊന്നും ചെയ്യണ്ട, അത് ഒരു വെറുതെ വയ്ക്കുന്ന സ്പേസാണ്. ഈ ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇതിൽ വരും. അതിനു മുമ്പ് ഇവിടെ പോയിട്ട് ഇത് റീസെറ്റ് ചെയ്തിട്ട് ഈ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലിങ്ക് കാണും ഗൈസ്. ഈ ലിങ്ക് ജസ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഈ തങ്കബിളിൽ വന്നിട്ട് വെബ് വ്യൂവർ എന്ന ഈ കമ്പോണൻ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് എടുത്തിടാം. പിന്നെ ഈ സൈഡിൽ നിങ്ങൾക്ക് ഈ വെബ് വ്യൂവറിൻ്റെ സെലക്ട് ചെയ്തത് അവ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു URL അടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ അവിടുത്തെ URL ഇവിടെ പേസ്റ്റ് ചെയ്തു. അഥവാ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വരുവാണെങ്കിൽ മനസ്സിലായിക്കോ നിങ്ങളുടെ ഇത് സക്സസ് ആയിട്ടുണ്ടെന്ന്. പിന്നെ നിങ്ങളിവിടെ ലൈവ് ടെസ്റ്റ് ഞെക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കാണിക്കൂ. പക്ഷെ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അത് കിട്ടും. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഡൗൺലോഡ് ബട്ടണിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് ഇതാണോ യൂസ് ചെയ്യുന്നത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഗൈസ്. പിന്നെ സ്റ്റാർട്ട് ഡൗൺലോഡിംഗ് എന്ന് വരും. ഇത് ഇച്ചിരി ടൈം എടുക്കും, ബട്ട് ഇത് ഡൗൺലോഡ് ആവും. ഇത് നല്ലോണം ടൈം എടുക്കും ഗൈസ്, നല്ലോണം ടൈം എടുക്കും. ചിലവർക്ക് പെട്ടെന്ന് റെഡിയാവും, ചിലവർക്ക് അത്ര പെട്ടെന്ന് റെഡി ആവത്തില്ല. അത് ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇത് മേ ബി ലാഗ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടത്തില്ലായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് അഥവാ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് റീലോഡ് ആവും ഗൈസ്. നിങ്ങൾ കണ്ടോ, ഇങ്ങനെ റീലോഡ് ആവും. ഇതാ നമ്മുടെ APK ഫയൽ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഫോണിലോട്ട് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുക. എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ OneDrive ഇട്ടിട്ട് ഫോണിലെ OneDrive നിന്ന് എടുക്കുക ഗൈസ്. ഇത് ഞാൻ ഇനി എൻ്റെ മൊബൈലിലെ വ്യൂ കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മൊബൈൽ വ്യൂ ആണ്. ഇതാ ഞാൻ ഇത് ഫയൽ മാനേജർ, ഇത് APK സെക്ഷൻ ഞാൻ ഇതാ എടുക്കുന്നു. ഇത് വെബ് എന്ന് പറഞ്ഞൊരു ഇതാണ് ഞാൻ എടുത്തത്. ഞാൻ ആദ്യം ഒന്ന് ക്യാൻസൽ അടിക്കാം, ജസ്റ്റ് ഒന്ന് ക്യാൻസൽ കൊടുക്കുക. ഇത് 63 MB ആണ്, 36 MB ആണ് ഇതിൻ്റെ ഫയലെന്ന് വെച്ചാൽ. അപ്പോൾ ഗൈസ് നമുക്കിത് നേരെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഗൈസ്. ഇത് ഇൻസ്റ്റാൾ എനിവേ കൊടുക്കുക. ഇനി ഇൻസ്റ്റാൾ ആയിട്ട് കാണിച്ചു തരാം. ഗൈസ് ഇതായത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഡൺ കൊടുക്കുക. ഇനി ഞാൻ എന്താ കാണിച്ചു തരാം. ഈ വെബ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഗൈസ് ഇത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഡു നോട്ട് സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കോഡ് എന്ന് പറഞ്ഞൊരു ഇങ്ങനെ എഴുതി വരും. ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാനിങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഗൈസ് കോഡ് എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ ആദ്യം നിങ്ങൾക്ക് വേണ്ടി ഒരു വെബ്സൈറ്റിൻ്റെ അടിച്ചു കൊടുക്കാം, അടിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. ഞാനിവിടെ google.com അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗോ കൊടുക്കാം. ഇനി കണ്ടിന്യൂ കൊടുത്തു ഗൈസ്. ഗൈസ് നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇത് ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തിലല്ല ഓപ്പൺ ആയി വന്നത്, ഒരു വെബ് ബ്രൗസറിൻ്റെ സഹായത്തിലല്ല ഗൈസ്. സോ നമുക്ക് ഒന്നും കൂടി നോക്കാം. നോക്കുക ഗൈസ്, ഇവിടെ എൻ്റെ മേളിൽ വെബ് ഒന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇച്ചിരി വീഡിയോ പോസ് ഇട്ട് നോക്കി നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഒന്നും കൂടി ഇത് നോക്കാം. ഗൈസ് കോഡ് എഴുതി വന്നു.
ഇനി നമുക്ക് നോക്കാം. ഞാൻ ഇപ്രാവശ്യം youtube.com ആണ് കൊടുക്കുന്നത്. സോ സ്മോൾ ലെറ്റർ https:/youtube.com എന്നാണ് ഞാൻ കൊടുക്കുന്നത് ഗൈസ്. നിങ്ങൾക്ക് കാണാം. സോ ഗൈസ് നമുക്ക് ഇത് കൊടുക്കാം. സോ ഞാൻ ഗൈസ് നമ്മുടെ യൂട്യൂബ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇത് ഗൈസ് നമ്മൾ ഈ ക്രോമിലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് യൂട്യൂബാണ് ഇവിടെ ഓപ്പണായി വന്നിട്ടുള്ളത്. നോക്കൂ ഗൈസ്, എൻ്റെ അക്കൗണ്ട് ഒന്നും ഇത് സൈൻ ഇൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഫോണിലെ യൂട്യൂബാണെങ്കിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 10 ലൈക്കാണ്. 10 ലൈക്ക് എത്തിക്കാൻ സാധിക്കുക ഗൈസ്.